1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ മനുഷ്യരുടെയോ ദേവദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. സ്നേഹമെന്ന് പറയുന്നത് എന്താ? ആരാ? സ്നേഹമെന്ന് പറയുന്നത് ഈശോയാ. എൻ്റെ കൂടെ ഈശോ ഇല്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചങ്കിൽ ഈശോയുടെ നിറവില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കിലയോ ചിലമ്പുന്ന കൈത്താളമാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ ഈ ഭൂമി തന്നെ തിരിച്ചു വെച്ചാലും, ഏതൊക്കെ നന്മകൾ ചെയ്തു കൂട്ടിയാലും എൻ്റെ കൂടെ സ്നേഹമായ ഈശോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പരിശുദ്ധ അമ്മ ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവളായിരുന്നു, ഈശോയെ പ്രഘോഷിച്ചവളായിരുന്നു, സ്നേഹത്തിന്റെ നിറവ് അനുഭവിച്ചവളായിരുന്നു പരിശുദ്ധ കന്യാമറിയം. എപ്പോഴും സ്നേഹം കൊടുത്തു. ഈശോയെ കാണാതായി, ദേവാലയത്തിൽ കാണാതായി, ഈശോയെ അന്വേഷിച്ച് കണ്ടെത്തി. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയി. പരിശുദ്ധ അമ്മ പുത്രനോട് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ആദ്യത്തെ അത്ഭുതം നടക്കാണ്. സ്നേഹം കൊടുത്തു. വൃദ്ധയായ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ഭവനത്തിലേക്ക് കടന്നു എന്ന് അവളെ ശുശ്രൂഷിച്ചു, സ്നേഹം കൊടുത്തു. ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോയ്ക്ക് സ്നേഹം കൊടുത്തു, അവനൊരു ശക്തി പകർന്നു, സ്നേഹം കൊടുത്തു. സ്നേഹമുള്ളവരായി മാറട്ടെ, ഈശോ ചങ്കിനകത്തുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.